നിങ്ങളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് എല്ലാം ഉണ്ടായിട്ടും നമ്മുടെ ഉള്ളിൽ ഒരു ശൂന്യത അനുഭവപ്പെടുന്നതെന്ന്? ആത്മസാക്ഷാത്കാരം എന്നത് മധ്യവയസ്സിൽ ചെയ്യേണ്ട ഒന്നല്ല, മറിച്ച് അത് ഓരോ മനുഷ്യൻ്റെയും ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യമാണ്. മൃഗങ്ങൾ പൂർണ്ണതയോടെയാണ് ഇവിടെ ജനിക്കുന്നത്, എന്നാൽ മനുഷ്യൻ ജനിക്കുന്നത് ഒരു സാധ്യതയായിട്ടാണ്. നമ്മളൊരു വിത്താണ്. ഒരു വിത്ത് വൃക്ഷമായി വിടർന്നില്ലെങ്കിൽ അത് അനുഭവിക്കുന്ന വേദനയാണ് നമുക്കുള്ളിലെ ഈ നഷ്ടബോധം. നമുക്കുള്ളിലെ ആ വിത്ത് വിടരുമ്പോൾ ലഭിക്കുന്നതിനെയാണ് അബ്രഹാം മാസ്ലോ അത്യുന്നതാനുഭവം എന്ന് വിളിച്ചത്. പുറത്തുള്ള വസ്തുക്കളിലല്ല, മറിച്ച് നമ്മുടെ ആന്തരികമായ വളർച്ചയിലാണ് യഥാർത്ഥ ആനന്ദം ഒളിഞ്ഞിരിക്കുന്നത്. സാധാരണ ചിന്തകളിൽ നിന്ന് മാറി ഏകാഗ്രതയിലൂടെ കടന്ന് നിർമ്മല അവസ്ഥയായ ധ്യാനത്തിലേക്ക് നാം വളരേണ്ടതുണ്ട്. അവിടെയാണ് നമ്മുടെ യഥാർത്ഥ കേന്ദ്രം, നാഭീ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. അത് വളർത്തേണ്ടതല്ല, കണ്ടെത്തേണ്ടതാണ്. രാമകൃഷ്ണ പരമഹംസരുടെ ഭക്തിയും കൃഷ്ണമൂർത്തിയുടെ യുക്തിയും ഒരേ സത്യത്തിൻ്റെ വ്യത്യസ്ത ഭാഷകളാണ്. മരണം മുന്നിൽ കാണുമ്പോഴും ഒരു ബുദ്ധൻ പുലർത്തുന്ന ആ സമാധാനം നമ്മിലും സാധ്യമാണ്. നമ്മളൊരു സാധ്യതയായി ജനിച്ചു, പക്ഷേ ഒരു യാഥാർത്ഥ്യമായി മരിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, നമസ്കാരം. നാം ഓരോരുത്തരും ജീവിതത്തിൽ എന്തൊക്കെയോ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് സമ്പത്തോ പദവിയോ സുഖസൗകര്യങ്ങളോ ലഭിച്ചാൽ തീരുമെന്നുമുള്ള ഒരു അപൂർണതയും നമുക്കുള്ളിലുണ്ട്. എന്നാൽ എല്ലാം നേടിയെടുത്തവർ പോലും ഒരു തരം ശൂന്യത അനുഭവിക്കുന്നത് പുറത്തേക്കൊന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് ഇതിവിടെ സംഭവിക്കുന്നത്? യഥാർത്ഥത്തിൽ നമുക്ക് നഷ്ടമായത് പുറത്തുള്ള ഒന്നിനെയല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലുള്ള നമ്മെ തന്നെയാണ്. വിജ്ഞാൻ ഭൈരവതന്ത്രയുടെയും ഓഷോയുടെയും ദർശനങ്ങളിലൂടെ ആത്മസാക്ഷാത്കാരം എന്നത് കേവലം ഒരു ആത്മീയ പദമല്ലെന്നും ഓരോ മനുഷ്യനും പൂർത്തീകരിക്കേണ്ട തൻ്റെ ജന്മനിയോഗമാണെന്നും നാം ഇന്ന് മനസ്സിലാക്കാൻ പോകുകയാണ്. വിത്തിൽ നിന്ന് പുഷ്പത്തിലേക്കുള്ള ഈ യാത്രയിലേക്ക് നിങ്ങളെ ഏവരെയും ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മനുഷ്യജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തെക്കുറിച്ചാണ്. ആ ചോദ്യം ഇതാണ്: എന്താണ് ആത്മസാക്ഷാത്കാരം എന്നത്? നമ്മളിൽ പലരും വിചാരിക്കുന്നത് ഇത് എല്ലാ കടമകളും കഴിഞ്ഞ് വാർദ്ധക്യത്തിൽ ചെയ്യേണ്ട ഒന്നാണെന്നാണ്. എന്നാൽ സത്യം മറ്റൊന്നാണ്. ആത്മസാക്ഷാത്കാരം എന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ആവശ്യമാണ്. നമ്മുടെ ശാരീരികമായ വിശപ്പും ദാഹവും പോലെ തന്നെ പ്രധാനമാണ് നമ്മുടെ ബോധത്തിൻ്റെ ഈ വളർച്ചയും. മനുഷ്യനൊരു സാധ്യതയാണ്. ഇവിടെയാണ് നമ്മൾ ഒരു വലിയ സത്യം തിരിച്ചറിയേണ്ടത്. ലോകത്തിലെ മറ്റെല്ലാ ജീവജാലങ്ങളും ജനിക്കുമ്പോൾ തന്നെ പൂർണ്ണതയോടെയാണ് ജനിക്കുന്നത്. ഒരു സിംഹക്കുട്ടി ജനിക്കുമ്പോൾ തന്നെ സിംഹമാണ്, അതിന് പിന്നീട് മറ്റൊന്നുമായി തീരാനില്ല. എന്നാൽ മനുഷ്യൻ്റെ അവസ്ഥയോ ഇതല്ല. മനുഷ്യൻ ജനിക്കുന്നത് ഒരു യാഥാർത്ഥ്യമായിട്ടല്ല, മറിച്ചൊരു സാധ്യതയായിട്ടാണ്. നമ്മൾ ഓരോരുത്തരും ഒരു വിത്തായിട്ടാണ് ഈ ഭൂമിയിലേക്ക് വരുന്നത്. വിത്തിനൊരു വൃക്ഷമാകാനുള്ള സാധ്യതയുമുണ്ട്, പക്ഷേ അത് വൃക്ഷമായി കഴിഞ്ഞിട്ടുമില്ല. അത് മനോഹരമായ ഒരു പൂവാകാം, അല്ലെങ്കിൽ വെറുതെ ഒരു വിത്തായി തന്നെ മണ്ണിൽ നശിച്ചും പോകാം. നമ്മളെ ഒരു മഹാവൃക്ഷമാക്കി മാറ്റാൻ പ്രകൃതി നമ്മളെ ഇവിടെ നിർബന്ധിക്കുന്നുമില്ല. അവിടെയാണ് നമ്മുടെ സ്വാതന്ത്ര്യം. നമുക്കിവിടെ നമ്മുടെ ആന്തരിക വളർച്ചയെ തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ അതിനുവേണ്ടി ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുകയും ചെയ്യാം.
ഈ വിത്ത് വൃക്ഷമാകാതെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ആ വലിയ നഷ്ടബോധം ഉടലെടുക്കുന്നത്. നമ്മളിൽ ഓരോരുത്തർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നും എന്തോ ഒന്ന് നഷ്ടപ്പെടുന്നുവെന്ന്. നാം വിചാരിക്കും അത് പണമില്ലാത്തത് കൊണ്ടാണെന്ന്, അല്ലെങ്കിൽ അധികാരവും പ്രതാപവും ഇല്ലാത്തത് കൊണ്ടാണെന്ന്. സത്യത്തിൽ പണവും പദവിയും അന്തസ്സുമെല്ലാം നമുക്ക് ലഭിച്ചാൽ പോലും ഈ നഷ്ടബോധം നമ്മളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. കാരണം ഈ വേദന പുറത്തുള്ള വസ്തുക്കളുമായി ബന്ധപ്പെട്ടതല്ല, അത് നമ്മുടെ ആന്തരികമായ വളർച്ചയുമായി ബന്ധപ്പെട്ടതാണ്. നമുക്കുള്ളിലെ വിത്ത് സഫലമായ വൃക്ഷമായി തീരുന്നില്ലെങ്കിൽ, ഞാൻ എന്താകുവാനായിരുന്നോ ഉദ്ദേശിക്കപ്പെട്ടത് അത് ഇതാണ് എന്ന് നമുക്ക് അനുഭവപ്പെടുന്നില്ലെങ്കിൽ, ആ ശൂന്യത ഒരിക്കലും നമ്മളെ വിട്ടുമാറില്ല. പ്രശസ്ത മനഃശാസ്ത്രജ്ഞനായ എബ്രഹാം മാസ്ലോയാണ് ആത്മസാക്ഷാത്കാരം അഥവാ സെൽഫ് ആക്ച്വറൈസേഷൻ എന്ന പദത്തിലൂടെ ഇത് വിശദീകരിച്ചത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഒരുവൻ എന്താണോ ആയിത്തീരേണ്ടത് അതയാൾ ആയിത്തീരുന്ന അവസ്ഥയാണത്. വിത്തൊരു പുഷ്പമായി വിരിയുമ്പോൾ അതതിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. ആ നിമിഷം അയാൾ തൻ്റെ ജീവിതത്തിൻ്റെ കൊടുമുടിയിലെത്തിയതായി അനുഭവപ്പെടും. ഇതിനെയാണ് മാസ്ലോ അത്യുന്നതാനുഭവം അഥവാ പീക്ക് എക്സ്പീരിയൻസ് എന്ന് വിളിച്ചത്. പ്രിയമുള്ളവരെ, ആത്മസാക്ഷാത്കാരം എന്നത് നമ്മുടെ ഭാഗധേയം നിറവേറ്റലാണ്. നമ്മളൊരു സാധ്യതയായി ജനിച്ചു, പക്ഷെ ഒരു യാഥാർത്ഥ്യമായി മരിക്കേണ്ടതുണ്ട്. വിത്തിൽ നിന്ന് പുഷ്പത്തിലേക്കുള്ള ഈ യാത്രയിൽ നാം അടുത്തതായി മനസ്സിലാക്കുവാൻ പോകുന്നത് ഈ വളർച്ചയുടെ പരമകോടിയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിലേക്കാണ്. മനുഷ്യൻ ഒരു സാധ്യതയാണെന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയത്. എന്നാൽ ആ സാധ്യത യാഥാർത്ഥ്യമാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അബ്രഹാം മാസ്ലോ ഇതിനെ അത്യുന്നതാനുഭവം എന്നാണ് വിളിക്കുന്നത്. ഒരു മൗണ്ടൈൻ ക്ലൈംബർ ഏറ്റവും ഉയർന്ന ഒരു കൊടുമുടിയിൽ നിൽക്കുമ്പോൾ അനുഭവിക്കുന്ന ആ നിർവൃതിയുണ്ടല്ലോ, അതാണ് ആത്മസാക്ഷാത്കാരം സിദ്ധിച്ച ഒരുവൻ തൻ്റെ ഉള്ളിൽ അനുഭവിക്കുന്നത്. സാധാരണയായി നമ്മൾ സന്തോഷം കണ്ടെത്തുന്നത് എന്തെങ്കിലുമൊക്കെ ലഭിക്കുമ്പോഴാണ്. എന്നാൽ ആത്മസാക്ഷാത്കാരം പ്രാപിച്ച ഒരുവൻ ആ കൊടുമുടിയിലെത്തിക്കഴിഞ്ഞാൽ അവിടെ ഒന്നിനോടും ഒരു ആസക്തിയുമില്ലാതാകും. അയാൾ തന്നിൽ തന്നെ പൂർണ്ണ സംതൃപ്തനാണ്. അവിടെ ഒന്നിൻ്റെയും കുറവില്ല. ഒരാശയോ ആവശ്യപ്പെടലുകളോ അങ്ങനെ എന്തിൻ്റെയെങ്കിലും പുറകെയുള്ള ഓട്ടമോ അങ്ങനെ ഒന്നും അവിടെയില്ല. താൻ എന്തെല്ലാമാണോ അതിൽ അയാൾ പരിപൂർണമായി ലയിക്കുകയാണ് അവിടെ. ഈ അവസ്ഥയിൽ അയാൾ എന്ത് ചെയ്താലും, അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ വെറുതെ ഇരുന്നാൽ പോലും ആ നിലനിൽപ്പ് തന്നെ ഒരു പരമാനന്ദമായി മാറും. ഈ ആനന്ദം ബാഹ്യമായ ഒന്നിനോടും ബന്ധപ്പെട്ടതല്ല. അത് ആന്തരികമായ വളർച്ചയുടെ ഒരു ഉപോൽപ്പന്നം മാത്രമാണ്. ഒരു ബുദ്ധനെക്കുറിച്ചോ മഹാവീരനെക്കുറിച്ചോ ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് പൂർണ്ണമായി വിടർന്ന ഒരു താമരപ്പൂവിൽ ഇരിക്കുന്ന ബുദ്ധരൂപമായിരിക്കും, അല്ലേ? എന്തുകൊണ്ടായിരിക്കും നമ്മുടെ പൂർവികർ അവരെ അങ്ങനെ ചിത്രീകരിച്ചത്? ഇവിടെ വിടർന്ന താമര എന്നത് ആന്തരിക വികാസത്തിൻ്റെ അത്യുച്ഛമായ അവസ്ഥയാണ്. അവർ തങ്ങൾക്കുള്ളിൽ പൂർണ്ണമായും പുഷ്പിച്ചു കഴിഞ്ഞു എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. ആ ആന്തരികമായ പ്രഫുല്ലാവസ്ഥ അവർക്കൊരു തേജസ് നൽകുകയും അവരിൽ നിന്ന് ആനന്ദം നിരന്തരമായി വർഷിച്ചുകൊണ്ടിരിക്കും. അവരുടെ അടുത്തേക്ക് വരുന്നവർക്ക്, അതായത് അവരുടെ നിഴലുകളുടെ പരിധിയിൽ എത്തുന്നവർക്ക് പോലും നിശബ്ദമായ ഒരു അന്തരീക്ഷം അനുഭവിക്കാൻ കഴിയുന്നത് അതുകൊണ്ടാണ്.
അതുപോലെ മഹാവീരനെക്കുറിച്ച് സുന്ദരമായൊരു കഥയുണ്ട്. അദ്ദേഹം സഞ്ചരിക്കുമ്പോൾ ഏകദേശം 24 മൈലോളം ചുറ്റളവിലുള്ള എല്ലാ ചെടികളും പെട്ടെന്ന് തന്നെ പുഷ്പിക്കുമത്രേ. അത് വസന്തകാലമല്ലെങ്കിൽ പോലും. ഇതൊരു പക്ഷേ ഒരു കാവ്യഭാവനയാകാം, എന്നാൽ ഇതിലൊരു വലിയ സത്യവുമുണ്ട്. സ്വയം സാക്ഷാത്കരിക്കപ്പെടാത്ത ഒരാൾക്ക് ഇത്തരമൊരു വ്യക്തിയുടെ സമീപത്ത് എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ആന്തരിക ചൈതന്യത്താൽ വശീകരിക്കപ്പെടുകയും ആ ആന്തരിക വികാസം മറ്റുള്ളവരിലേക്ക് കൂടി സംക്രമിക്കുകയും ആ മനുഷ്യന് അതിന് തയ്യാറായിരുന്നില്ലെങ്കിൽ പോലും അയാൾക്ക് തൻ്റെ ഉള്ളിൽ തന്നെ ഒരു പ്രതിധ്വനി അനുഭവപ്പെടാൻ തുടങ്ങും. തനിക്ക് എന്തായിത്തീരാൻ കഴിയുമെന്നതിൻ്റെ ഒരു മിന്നൽ ദർശനം ആ നിമിഷം അയാൾക്ക് ലഭിക്കും. ആത്മസാക്ഷാത്കാരം എന്നത് മറ്റെല്ലാ ആവശ്യങ്ങൾക്കും മുകളിലുള്ള ഒന്നാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. മറ്റെന്തെല്ലാം നേടിയാലും ആത്മസാക്ഷാത്കാരമില്ലെങ്കിൽ നമ്മൾ അപൂർണനായിരിക്കും. എന്നാൽ ഇത് സംഭവിക്കുകയാണെങ്കിൽ മറ്റൊന്നും തന്നെ ഇല്ലെങ്കിലും നമുക്ക് അതിഗാഢവും പൂർണ്ണവുമായ ഒരു സാഫല്യം അവിടെ അനുഭവപ്പെടും. അതുകൊണ്ടാണ് ലോകം മുഴുവൻ കീഴടക്കിയ ചക്രവർത്തിമാർ പോലും ഒരു ബുദ്ധൻ്റെ മുൻപിൽ യാചകരെ പോലെ വിനീതരാകുന്നത്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് മനുഷ്യനൊരു വിത്താണെന്നും ആ വിത്ത് വിടരുമ്പോൾ അതൊരു അത്യുന്നതാനുഭവമായി മാറുമെന്നാണ്. എന്നാൽ എന്തുകൊണ്ടാണ് നമുക്ക് ഈ പൂർണ്ണത ലഭിക്കാത്തത്? അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും എന്തൊക്കെയോ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ആഗ്രഹങ്ങളും ആത്മസാക്ഷാത്കാരവും തമ്മിലുള്ള ബന്ധമെന്താണ്? അതാണ് ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ബുദ്ധനെക്കുറിച്ച് സുന്ദരമായ ഒരു ചരിത്രമുണ്ട്. ഒരിക്കൽ അദ്ദേഹം കാശി രാജാവിനെ സന്ദർശിക്കുകയുണ്ടായി. ഭൗതികമായി നോക്കിയാൽ ബുദ്ധൻ ഒരു യാചകനാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു തിരുവോട്ട് പോലുമില്ല. എന്നാൽ കാശി മഹാരാജാവ് ബുദ്ധനെ കണ്ടപ്പോൾ ചോദിച്ചു, അങ്ങയുടെ കയ്യിൽ ഒന്നുമില്ലെന്ന് ഞാൻ കാണുന്നു. പക്ഷേ അങ്ങ് നടക്കുന്ന രീതിയും നോക്കുന്ന രീതിയും കണ്ടാൽ ഈ ലോകം മുഴുവൻ അങ്ങയുടെ സാമ്രാജ്യമാണെന്ന് തോന്നിപ്പിക്കുന്ന വിധമാണ്. എൻ്റെ കയ്യിൽ എല്ലാം ഉണ്ടായിട്ടും അങ്ങയുടെ മുന്നിൽ ഞാനൊരു യാചകനായി അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്ന് രാജാവ് ചോദിച്ചു. അതിന് ബുദ്ധൻ നൽകിയ മറുപടി ഇങ്ങനെയാണ്: ആ ശക്തിയുടെ ഉറവിടം എന്നിൽ തന്നെയാണ്. എനിക്ക് ഞാനല്ലാതെ മറ്റൊന്നുമില്ല. എന്നാൽ അത് തന്നെ ധാരാളവുമാണ്. ഞാനിപ്പോൾ ഒന്നും ആഗ്രഹിക്കാത്തവനായി മാറിക്കഴിഞ്ഞിരിക്കുന്നുവെന്ന്. ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. ആത്മസാക്ഷാത്കാരം നേടിയ ഒരാൾ ആഗ്രഹങ്ങൾ ഇല്ലാത്തവനായി മാറുന്നുവെന്ന്. നമ്മൾ വിചാരിക്കുന്നത് ആഗ്രഹങ്ങളെ ഉപേക്ഷിച്ചാൽ നമ്മെ തന്നെ അറിയാമെന്നാണ്. എന്നാൽ സത്യം നേരെ മറിച്ചാണ്. നമ്മൾ നമ്മെ തന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹങ്ങൾ താനെ ഇല്ലാതാകുകയാണ് ചെയ്യുക. എന്തുകൊണ്ടായിരിക്കും നമുക്കെല്ലാവർക്കും ഈ ആഗ്രഹങ്ങൾ ഇങ്ങനെ ഉണ്ടാകുന്നത്? ഉള്ളിൽ ശൂന്യനായതുകൊണ്ടാണ് നമ്മൾ പുറമെ ആ സാഫല്യത്തിനായി തേടി അലയുന്നത്. ഒരാഗ്രഹം 10 ആഗ്രഹങ്ങളെ സൃഷ്ടിക്കുന്നു. ഈ ഓട്ടം ഒരിക്കലും അവസാനിക്കില്ല. എന്നാൽ നമ്മൾ എത്രത്തോളം നമ്മുടെ ആന്തരികതയിലേക്ക് മടങ്ങുന്നുവോ അത്രത്തോളം ആഗ്രഹങ്ങൾ നമ്മിൽ കുറഞ്ഞു വരും. അതായത് നമ്മൾ ഉള്ളിൽ ശൂന്യനല്ലാതാകുമ്പോൾ അഥവാ പൂർണ്ണനാകുമ്പോൾ ആഗ്രഹങ്ങൾ താനെ നമ്മിൽ നിന്നും കൊഴിഞ്ഞു പോകും. ഓർക്കണം, ഇവിടെ നമ്മൾ ശൂന്യത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു ശൂന്യതയുണ്ടല്ലോ. എൻ്റെ ജീവിതം അപൂർണമാണെന്നും എനിക്ക് എന്തൊക്കെയോ ആയിത്തീരാനുണ്ട്
എന്ന തോന്നലുകളുമാണ്. ഈ ശൂന്യത നമ്മെ മുന്നോട്ട് നയിക്കുന്നു. ഇത് പുഷ്പമാകാൻ വെമ്പുന്ന ഒരു വിത്തിൻ്റെ വികാരമാണത്. എന്നാൽ ധ്യാനിക്കുമ്പോൾ നാം അനുഭവിക്കുന്ന ശൂന്യത എന്നത് നിറഞ്ഞ ശൂന്യതയാണ്. ഇവിടെ ശൂന്യത എന്നാൽ ഒന്നുമില്ലായ്മ എന്നല്ല, മറിച്ച് അനാവശ്യമായവ ഇല്ലാതിരിക്കുക എന്നതാണ്. അത് ചിന്തകൾ, ആകുലതകൾ, കപട വ്യക്തിത്വങ്ങൾ എന്നിവ ഒഴിഞ്ഞു പോകുമ്പോൾ ബാക്കിയാകുന്ന നിർമ്മലമായ അവസ്ഥയെയാണ് ഈ ശൂന്യത കൊണ്ട് നമ്മൾ അർത്ഥമാക്കേണ്ടത്. നോക്കൂ, മഹാനായ ഒരു ചിത്രകാരനോ കവിയോ സംഗീതജ്ഞനോ ആകുന്നത് അത് ആത്മസാക്ഷാത്കാരമല്ല. അവിടെ സംഭവിക്കുന്നത് നമ്മുടെ ഒരു ഭാഗം മാത്രം സാക്ഷാത്കരിക്കപ്പെടുന്നു എന്നതാണ്. ഒരു ഉദാഹരണത്തിന് ഖലീൽ ജിബ്രാനെ നോക്കിയാൽ അദ്ദേഹം കവിത എഴുതുമ്പോൾ ഒരു ബുദ്ധനെ പോലെ തോന്നിപ്പിക്കും. ബുദ്ധൻ പോലും ഇത്ര മനോഹരമായി സ്നേഹത്തെക്കുറിച്ച് സംസാരിച്ചു എന്ന് വരില്ല. പക്ഷേ ആ കവിതയ്ക്ക് പുറത്ത് ഖലീൽ ജിബ്രാൻ എന്ന മനുഷ്യൻ ഒരു സാധാരണക്കാരൻ മാത്രമാണ്. ബിഥോവനെക്കുറിച്ച് പറയപ്പെടുന്നത് അദ്ദേഹം സ്റ്റേജിൽ ഓർക്കസ്ട്രയെ നയിക്കുമ്പോൾ ഒരു ദൈവത്തെ പോലെ കാണപ്പെടുന്നുവെന്നാണ്. എന്നാൽ സ്റ്റേജിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ അദ്ദേഹം വീണ്ടും സാധാരണ മനുഷ്യനായി മാറുന്നു. ഇത്തരം കലാകാരന്മാരെല്ലാം ഒത്തിരി പിരിമുറുക്കത്തിലാണ് ഉണ്ടാവുക. കാരണം അവർക്ക് രണ്ട് തരം അവസ്ഥകളുണ്ട്. ഒന്നില്ലെങ്കിൽ അവർ മണ്ണിലായിരിക്കും, അല്ലെങ്കിൽ അവർ നൈമിഷികമായി ആകാശത്തിലുമായിരിക്കും. അവരുടെ വ്യക്തിത്വങ്ങൾ ഇവിടെ വിഭജിക്കപ്പെട്ടതാണ്. എന്നാൽ ആത്മസാക്ഷാത്കാരം എന്നത് ഭാഗികമല്ല. നമ്മളൊരു മഹാനായ കവിയാകണം എന്നല്ല ഇതിനർത്ഥം, മറിച്ച് നമ്മളൊരു പൂർണ്ണനായ ഒരു മനുഷ്യനാകണം എന്നാണ്. ഈ മഹത്വം എപ്പോഴും ഭാഗികമാണ്. സമഗ്രതയാണ് നമ്മുടെ ലക്ഷ്യം. സമഗ്രതയുടെ പാത നമ്മെ പഠിപ്പിക്കുന്നത് പുറത്തെ ആഗ്രഹങ്ങൾ നമ്മുടെ ഉള്ളിലെ ശൂന്യതയുടെ ലക്ഷണമാണ് എന്നാണ്. ആ ശൂന്യതയെ പൂർണ്ണതയിലേക്ക് മാറ്റണമെങ്കിൽ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഒരു ഭാഗം മാത്രമല്ല, നമ്മുടെ മുഴുവൻ സത്തയും ഉണരേണ്ടതുണ്ട് എന്നാണ്. ഇനി നമുക്ക് ഈ സമഗ്രമായ മാറ്റത്തിനായി നമ്മുടെ മനസ്സിൻ്റെ വിവിധ തലങ്ങളെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. വിജ്ഞാൻ ഭൈരവ് തന്ത്രയുടെയും ഓഷോയുടെയും ദർശനങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ആത്മസാക്ഷാത്കാരത്തിൻ്റെ പൊരുൾ തേടി അല്പദൂരം സഞ്ചരിച്ചു കഴിഞ്ഞു. എന്നാൽ ഇത് പ്രായോഗികമായി എങ്ങനെ സാധ്യമാക്കുമെന്ന് ചോദിച്ചാൽ, ഇതിനായി നാം നമ്മുടെ മനസ്സിനെ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് ഉത്തരം. മനസ്സിൻ്റെ 4 വ്യത്യസ്തമായ അവസ്ഥകളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. അതായത് നമ്മിലെ സാധാരണ ചിന്ത, സൂക്ഷ്മാവലോകനം, ഏകാഗ്രത, ധ്യാനം എന്നിവയെക്കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തത് സാധാരണ ചിന്ത എന്നതാണ്. നമുക്കറിയാം, നമ്മുടെ മനസ്സ് എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ സത്യത്തിൽ അത് അവലോകനവുമല്ല, മറിച്ച് കേവലം ആവർത്തനങ്ങൾ മാത്രമാണ്. ഉദാഹരണത്തിന്, വഴിയിലൊരു നായയെ കാണുമ്പോൾ നമ്മുടെ മനസ്സ് നായകളെക്കുറിച്ച് ചിന്തിക്കുന്നു. അതൊരു പക്ഷെ നമ്മളെ കുട്ടിക്കാലത്തെ ഏതെങ്കിലും ഒരു ഓർമ്മയിലേക്ക് നയിച്ചേക്കാം. അവിടെ നിന്ന് നമ്മുടെ മനസ്സ് മറ്റെന്തെങ്കിലും അപ്രസക്തമായ കാര്യങ്ങളിലേക്ക് ഒരുപക്ഷെ അലഞ്ഞു നടക്കും. യുക്തിപരമായ ഒരു ബന്ധവുമില്ലാതെ മനസ്സിങ്ങനെ ഒരു വൃത്തത്തിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചിന്തകളെ ഒരു കടലാസിൽ എഴുതി നോക്കിയാൽ അവ എത്രത്തോളം അസംബന്ധമാണെന്ന് നമുക്ക് തന്നെ ബോധ്യപ്പെടും. നിങ്ങളത് പരീക്ഷിക്കണം. രണ്ടാമത്തത് സൂക്ഷ്മാവലോകനമാണ്. നമ്മുടെ ചിന്തകൾ ലക്ഷ്യബോധത്തോടെ നയിക്കപ്പെടുമ്പോൾ അത് സൂക്ഷ്മാവലോകനമായി മാറുന്നു. ഇവിടെ മനസ്സ് അലഞ്ഞു തിരിയാൻ അനുവദിക്കപ്പെടുന്നില്ല. ഒരു ശാസ്ത്രജ്ഞനോ ഗണിതശാസ്ത്രജ്ഞനോ ഒരു പ്രശ്നത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പോലെ മനസ്സിനെ ഒരു പ്രത്യേക മാർഗത്തിലൂടെ മാത്രം നയിക്കുന്ന അവസ്ഥയാണിത്.
നമുക്കറിയാം, ശാസ്ത്രം എന്നത് ഈ സൂക്ഷ്മാവലോകനാധിഷ്ഠിതമായാണ് ഉള്ളത്. നമ്മിലെ സാധാരണ ഒരു ചിന്ത അസംബന്ധമാണെങ്കിൽ സൂക്ഷ്മാവലോകനം എന്നത് യുക്തിബദ്ധവും ബുദ്ധിപരവുമാണ്. മൂന്നാമത്തത് ശ്രദ്ധാകേന്ദ്രീകരണമാണ്, അഥവാ ഏകാഗ്രതയാണ്. ഏകാഗ്രത എന്നാൽ മനസ്സിനെ ഒട്ടും സഞ്ചരിക്കാൻ അനുവദിക്കാതെ ഒരേ ബിന്ദുവിൽ ഉറപ്പിച്ചു നിർത്തലാണ്. സാധാരണ ചിന്തയിൽ മനസ്സ് ഭ്രാന്തനെ പോലെ ഓടുമ്പോൾ സൂക്ഷ്മാവലോകനത്തിൽ ആ ഭ്രാന്തൻ അവിടെ നിയന്ത്രിക്കപ്പെടുന്നു. എന്നാൽ ഏകാഗ്രതയിൽ മനസ്സ് ചലിക്കാൻ പോലും അനുവദിക്കപ്പെടുന്നില്ല. മുഴുവൻ ഊർജവും ഒരു ബിന്ദുവിൽ ഉറക്കപ്പെടുകയാണ്. യോഗയെല്ലാം ഏകാഗ്രതയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. നാലാമത്തേത് ധ്യാനമാണ്. ധ്യാനമെന്നാൽ നിർമ്മല അവസ്ഥയാണ്. ഇവിടെ മനസ്സെന്ന ഒന്നേയില്ല. സാധാരണ ചിന്തയിൽ എല്ലാ ദിശകളും തുറന്നിരിക്കുകയാണ്. സൂക്ഷ്മാവലോകനത്തിൽ ഒരു ദിശ മാത്രമായി മാറുന്നു. ഏകാഗ്രതയിൽ ഒരു ബിന്ദു മാത്രമാകുകയും ധ്യാനത്തിൽ ആ ബിന്ദു പോലും നീക്കം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. നമ്മുടെ മനസ്സിന് ഏകാഗ്രത വരെ മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ധ്യാനത്തെ അതിന് ഗ്രഹിക്കാൻ കഴിയില്ല. ചിന്തകളെ അലിയിച്ചു കളഞ്ഞ് നമ്മുടെ ഉള്ളിലെ ശൂന്യസ്ഥലം വീണ്ടെടുക്കുന്ന പ്രക്രിയയാണ് ധ്യാനമെന്നത്. പെട്ടെന്നൊരു ദിവസം തന്നെ ഈ ചിന്തകളെല്ലാം കളയുക എന്നത് വളരെയേറെ പ്രയാസകരമാണ്. അതുകൊണ്ടാണ് നാം പടിപടിയായി നീങ്ങേണ്ടത്. സാധാരണ ചിന്തയിൽ നിന്ന് സൂക്ഷ്മാവലോകനത്തിലേക്കും അവിടെ നിന്ന് ഏകാഗ്രതയിലേക്കും ഒടുവിൽ ധ്യാനത്തിലേക്കും നാം വളരണം. ഈ ശൂന്യസ്ഥലമാണ് നമ്മുടെ ആന്തരിക നിശബ്ദത. നമുക്കിനി ഈ നിശബ്ദതയുടെ ഉറവിടമായ നമ്മുടെ കേന്ദ്രത്തെക്കുറിച്ച്, അതായത് നമ്മുടെ നാഭീകേന്ദ്രത്തെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാം. ഇപ്പോൾ നമ്മൾ മനസ്സിൻ്റെ തലങ്ങളെക്കുറിച്ചെല്ലാം പഠിച്ചു. എന്നാൽ ഈ മനസ്സിനും അപ്പുറത്ത് നിശ്ചലമായി നിൽക്കുന്ന ഒരു കേന്ദ്രം നമുക്കുണ്ടെന്നും, കറങ്ങുന്ന വണ്ടിച്ചക്രത്തിൻ്റെ നടുവിലെ അനങ്ങാത്ത അച്ചുതണ്ട് പോലെ ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിലും മാറാതെ നിൽക്കുന്ന ഒരു ആന്തരിക കേന്ദ്രമുണ്ടെന്നും നമ്മൾ ഇതിനു മുൻപ് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ പ്രധാനമായും 3 കേന്ദ്രങ്ങളാണുള്ളതെന്നും നമ്മൾ അറിഞ്ഞു വച്ചിട്ടുണ്ട്. നിങ്ങൾ ഓർക്കുന്നുവോ അത്? നമ്മുടെ ശിരാകേന്ദ്രം ബുദ്ധിയെയും ഹൃദയകേന്ദ്രം വികാരത്തെയും നാഭീകേന്ദ്രം അസ്തിത്വത്തെയും ഉൾക്കൊള്ളുന്നു, അല്ലേ? ഇതിൽ ആദ്യത്തെ 2 കേന്ദ്രങ്ങളെയും നമ്മൾ വളർത്തിയെടുക്കേണ്ടതാണ്. വിദ്യാഭ്യാസം വഴി ബുദ്ധിയെയും ബന്ധങ്ങൾ വഴി വികാരങ്ങളെയും നാം വികസിപ്പിക്കുന്നു. എന്നാൽ നാഭീകേന്ദ്രം അങ്ങനെയല്ല. അത് നാം ജനിക്കുമ്പോൾ തന്നെ പൂർണ്ണമായും വികസിപ്പിക്കപ്പെട്ട നിലയിൽ അവിടെ തന്നെയുണ്ട്. നാം അമ്മയുടെ ഗർഭപാത്രത്തിലിരിക്കുമ്പോൾ ഈ കേന്ദ്രത്തിലൂടെയാണ് ജീവൻ സ്വീകരിച്ചത്. ഹൃദയമോ ബുദ്ധിയോ ഇല്ലാതെ നമുക്ക് നിലനിൽക്കാൻ കഴിയും. എന്നാൽ ഈ നാഭീകേന്ദ്രമില്ലാതെ നമുക്ക് ജീവിതമേ ഇല്ല. അതുകൊണ്ട് ഇതിനെ വളർത്താനല്ല, മറിച്ച് കണ്ടെത്താനാണ് നാം ശ്രമിക്കേണ്ടത്. നമ്മളിപ്പോഴേ ഒരു ബുദ്ധനാണെന്നേ, പക്ഷെ അത് തിരിച്ചറിയാനുള്ള കേന്ദ്രം നമ്മൾ മറന്നുപോയിരിക്കുകയാണ്. നമ്മൾ സാധാരണയായി കേന്ദ്രീകരിക്കപ്പെട്ടവനല്ല. മനസ്സ് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ കേന്ദ്രം ശിരസ്സിലായിരിക്കും. സ്നേഹിക്കുമ്പോൾ അത് ഹൃദയത്തിലേക്കായിരിക്കും. ലൈംഗികതയിൽ അത് മറ്റ് കേന്ദ്രങ്ങളിലായിരിക്കും. ഇങ്ങനെ നമ്മുടെ കേന്ദ്രം ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ സമ്പൂർണനായ ഒരു മനുഷ്യൻ എപ്പോഴും തൻ്റെ കേന്ദ്രത്തിലായിരിക്കും ഉണ്ടായിരിക്കുക. അയാൾ ശിരസ്സിനെയോ ഹൃദയത്തെയോ ഉപയോഗിക്കുമ്പോഴും അയാളുടെ ബോധം എപ്പോഴും നാഭീകേന്ദ്രത്തിൽ ഉറച്ചു നിൽക്കും.
ആ കേന്ദ്രം ഒരിക്കലും അയാൾക്ക് നഷ്ടമാകുന്നില്ല. അവിടെ കേന്ദ്രീകരിക്കപ്പെട്ട ഒരു മനുഷ്യൻ എപ്പോഴും ബാലൻസ്ഡ് ആയിരിക്കും. ബുദ്ധനിതിനെ മധ്യമമാർഗം എന്ന് വിളിച്ചു. അയാൾ ഒരിക്കലും ഒരറ്റത്തേക്ക് നീങ്ങില്ല. അയാൾ അമിതമായി ഭക്ഷിക്കുകയോ ഒന്നും കഴിക്കാതെ ഉപവസിക്കുകയോ ചെയ്യില്ല. പകരം ശരിയായ ഭക്ഷണം കഴിക്കും. കേന്ദ്രീകൃതമായ ഒരു വ്യക്തിയുടെ സ്വസ്ഥതയ്ക്ക് ഒന്നിനും ഭംഗം വരുത്താൻ കഴിയില്ല. മരണം വരികയാണെങ്കിൽ പോലും ഒരു അതിഥിയെ സ്വീകരിക്കുന്നത് പോലെ അയാൾ അതിനെ സ്വാഗതം ചെയ്യും. കാരണം ആ സമചിത്തത ആന്തരികമായ കേന്ദ്രീകരണത്തിൻ്റെ ഉപോൽപ്പന്നമാണെന്ന് നാം മനസ്സിലാക്കണം. ഒന്നും അയാൾക്ക് നിസ്സാരമല്ല, ഒന്നിനെയും അയാൾ തള്ളിക്കളയുന്നുമില്ല. ഓരോ പ്രവൃത്തിയും അയാൾക്ക് ധ്യാനമാണ്. ബാഹ്യജീവിതത്തിൽ നമ്മൾ ആരും തുല്യരല്ല. അസമത്വമാണ് അവിടെയുള്ളത്, അല്ലേ? എന്നാൽ ആന്തരിക ലോകത്ത് എല്ലാവരും ഒരേപോലെയാണ്. അസ്തിത്വത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ക്രിസ്തുവിനോ ബുദ്ധനോ തുല്യനാണ്. നമ്മുടെ ഉള്ളിലെ ആ കേന്ദ്രത്തെ തിരിച്ചറിയുക എന്നതാണ് ഏക ലക്ഷ്യം. ഇനി നമുക്ക് ഈ കേന്ദ്രത്തിൽ നിന്ന് പ്രബുദ്ധരായവർ എങ്ങനെയാണ് സത്യത്തെ പല രീതിയിൽ പ്രകാശിപ്പിക്കുന്നതെന്ന് നോക്കാം. വിത്തിൽ നിന്ന് പുഷ്പത്തിലേക്കുള്ള ഈ യാത്രയുടെ സമാപനത്തിലേക്ക് നാം കടക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് സമയങ്ങളിൽ നമ്മൾ ആത്മസാക്ഷാത്കാരത്തിൻ്റെ പൊരുളും മനസ്സിൻ്റെ ആഴങ്ങളെയും നമ്മുടെ കേന്ദ്രത്തെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കി. എന്നാൽ എന്തുകൊണ്ടാണ് ലോകത്തിലെ മഹാഗുരുക്കന്മാർ പല രീതിയിൽ ഇവിടെ സംസാരിച്ചിരിക്കുന്നത്? അവർ തമ്മിൽ വൈരുദ്ധ്യങ്ങളുണ്ടോ? ഈ സമയത്ത് പ്രബുദ്ധതയുടെ പ്രായോഗിക വശങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. നോക്കൂ, പ്രബുദ്ധരായവരെല്ലാം നാഭികേന്ദ്രത്തിൽ കേന്ദ്രീകരിക്കപ്പെട്ടവരാണ്. അവിടെ മറ്റൊരു സാധ്യതയുമില്ല. എന്നാൽ അവരുടെ ആശയപ്രകാശന രീതികൾ വ്യത്യസ്തങ്ങളുമായിരിക്കും. രാമകൃഷ്ണ പരമഹംസരെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹം തൻ്റെ ഹൃദയകേന്ദ്രത്തെ സന്ദേശത്തിനുള്ള വാഹനമായി ഉപയോഗിച്ച വ്യക്തിയാണ്. നാഭിയിൽ നിന്ന് കണ്ടെത്തിയ ആനന്ദത്തെ അദ്ദേഹം പാട്ടിലൂടെയും നൃത്തത്തിലൂടെയും പ്രകടിപ്പിച്ചു. അതുപോലെ മഹാനായ ജെ കൃഷ്ണമൂർത്തി ആശയപ്രകാശത്തിനായി അദ്ദേഹം തൻ്റെ ശിരോകേന്ദ്രത്തെയാണ് ഉപയോഗിച്ചത്. അതീവ യുക്തിപരമായ രീതിയിലാണ് അദ്ദേഹം സത്യത്തെ വെളിപ്പെടുത്തിയത്. യുക്തിക്ക് ഹൃദയം ബാലിശ്യമായി തോന്നും, ഹൃദയത്തിന് ബുദ്ധി ഉപരിപ്ലവമായും തോന്നും. എന്നാൽ നമ്മുടെ ശിരസിനും ഹൃദയത്തിനുമിടയിൽ ഒരു പാലം നിർമ്മിക്കുകയാണെങ്കിൽ ഇവയെല്ലാം ഒരേ സത്യത്തിൻ്റെ വ്യത്യസ്ത മാധ്യമങ്ങളാണെന്ന് നമ്മൾ തിരിച്ചറിയും. ആത്മസാക്ഷാത്കാരം നേടിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ജീവിതവും മരണവും ഒരേപോലെയാണ്. ഒന്നും അയാളെ തൻ്റെ ആന്തരിക സ്ഥിരതയിൽ നിന്ന് വ്യതിചലിപ്പിക്കില്ല. ബുദ്ധൻ്റെ അവസാന പ്രഭാതം ഇതിന് ഉത്തമ ഉദാഹരണമാണ്. മരിക്കാൻ പോകുന്ന ദിവസം രാവിലെയും അദ്ദേഹം പതിവ് പോലെ ശിഷ്യരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാമെന്ന്. അത് അവസാനത്തെ ദിവസമാണെന്ന് അറിഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ സ്വരത്തിനവിടെ ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. മരണം മുന്നിൽ നിൽക്കുമ്പോഴും സമയം പാഴാകാതെ ബോധവാനായിരിക്കാനാണ് അദ്ദേഹം തൻ്റെ ശിഷ്യരെ ഉപദേശിച്ചത്. ബുദ്ധൻ്റെ ഓരോ ശ്വാസവും സാഫല്യമടഞ്ഞതാണ്. അത് നിശബ്ദവും ആനന്ദപ്രദവുമാണ്. തന്ത്ര ബന്ധപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ഭാഗികമായ വളർച്ചയിലല്ല, മറിച്ച് പൂർണ്ണമായ അവസ്ഥയിലുള്ള നമ്മളുമായാണ്. നമ്മൾ കേന്ദ്രീകൃതനായിരിക്കണം. നമ്മൾ വേരുറച്ചവനും സന്തുലിതനുമായിരിക്കണം. നമ്മൾ നമ്മളുമായും പ്രപഞ്ചവുമായും സമാധാനത്തിലായിരിക്കണം. സൂക്ഷ്മാവലോകനത്തിലൂടെയും ഏകാഗ്രതയിലൂടെയും കടന്നുപോയി ധ്യാനമെന്ന ആ മനോഹരമായ മനമില്ല അവസ്ഥയെ നമ്മൾ കൈവരിക്കണം.
നമുക്കുള്ളിലെ ആ ശൂന്യസ്ഥലം തിരിച്ചറിയുമ്പോൾ ആ വിത്തൊരു സാഫല്യമായ പുഷ്പമായി വിരിഞ്ഞു കഴിഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മൾ ഇത്ര നേരം സംസാരിച്ചതൊന്നും തന്നെ കേവലം അറിവുകൾക്ക് വേണ്ടിയുള്ളതല്ല, മറിച്ച് നമുക്കുള്ളിലെ സാധ്യതയെ തിരിച്ചറിയാനാണ്. നമ്മളൊരു വിത്തായി ജനിച്ചു, പക്ഷേ ഒരു പുഷ്പമായി വിടരാനുള്ള എല്ലാ കഴിവുകളും നമുക്കുണ്ട്. ആന്തരികമായ ആ കേന്ദ്രത്തിലേക്ക് തിരിയുക. നിങ്ങളുടെ ആത്മസാക്ഷാത്കാരത്തിനുള്ള യാത്ര ഇന്ന് തന്നെ തുടങ്ങുക. നിങ്ങൾക്കായി ഈ പ്രപഞ്ചം കാത്തിരിക്കുന്നുണ്ടെന്നേ. നിങ്ങളുടെ ദിവ്യബോധത്തിന് മുൻപിൽ പ്രണമിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്തകൾ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.